കഥാവൃക്ഷത്തിൻ്റെ CD മുരുകൻ കാട്ടാക്കരയുടെയും വിജി പാലിൻ്റെയും ശ്രീനാരായണൻ്റെയും വരികൾ. ആ CD പ്രകാശനം ചെയ്യും മുഖ്യമന്ത്രി പ്രമുഖ സാംസ്കാരിക പ്രവർത്തകയും സിനിമാ നടിയുമായ ഗായത്രി വർഷയ്ക്ക് നൽകി പ്രകാശനം. നമ്മളതിനൊന്നും എതിരല്ല. തമിഴ്നാടിനും കർണാടകയ്ക്കും ആന്ധ്രാപ്രദേശിനും എല്ലാം അതിവേഗ റെയിൽ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണത്. പക്ഷേ എന്താണ് കേരളത്തിനുള്ള അയോഗ്യത? ആ അയോഗ്യതയെപ്പറ്റി നമ്മൾ തന്നെ സ്വയം ബോധവാന്മാരാകേണ്ടതുണ്ട്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ സംസ്ഥാനങ്ങളിലേതുപോലുള്ള ഒരു വികാരമല്ല പുതിയ പദ്ധതികൾ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചില കക്ഷികൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചു, കഴിഞ്ഞ 10 വർഷമായി LDF അധികാരത്തിലിരിക്കുകയാണ്. അത് ഞങ്ങൾ അധികാരത്തിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയിരുന്നതല്ലാവരും. ജനങ്ങൾ തീരുമാനിച്ചു LDF ആണ് അധികാരത്തിലിരിക്കേണ്ടത്. ആദ്യത്തെ 5 വർഷം 2016 മുതൽ 2021 വരെ സാധാരണ കേരളത്തിൽ നടക്കുന്നത് പോലെ നിലവിലുള്ള ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ മാറ്റി LDFനെ അധികാരത്തിലേറ്റിയതാണ് എന്നാണ് ചിലരെല്ലാം കരുതിയത്. പക്ഷേ അത്തരമൊരു മാറ്റം മാത്രമായിരുന്നില്ല അത്. കാരണം നമ്മുടെ നാട് വല്ലാതെ തകർന്നുപോയ ഒരു കാലമായിരുന്നു 2016. ആ തകർച്ചയിൽ നിന്ന് ഇനി കരകയറാനാകുമോ എന്ന ശങ്ക പോലും പലർക്കും ഉണ്ടായി. അവിടുന്നാണ് LDF അധികാരത്തിലിരിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത്. LDF അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ച നടപടികൾ ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ചുള്ളതായി. കടുത്ത നിരാശയിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ നല്ല പ്രത്യാശയുള്ളവരായി മാറി. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കരുതിയ സ്ഥാനത്ത് ഇവിടെ പലതും നടക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെത്തി. അതിൻ്റെ തുടർച്ചയായാണ് 5 വർഷം പൂർത്തിയായപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും UDF നടത്തിയിട്ടും ഏതെല്ലാം തരത്തിൽ ജനങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ കഴിയോ അതിനുള്ള എല്ലാ കുൽസിത നീക്കങ്ങളും നെറികെട്ട വഴികളുമെല്ലാം
സ്വീകരിച്ചിട്ടും ജനങ്ങളുടെ നിലപാടിലോ മനോഭാവത്തിലോ മാറ്റമുണ്ടായില്ല. നിലവിലുള്ളതിൽ നിന്നും LDF-ന്റെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് 99 സീറ്റുകളോടെ LDF-നെ അധികാരത്തിലേറ്റുന്ന സമീപനമാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. പക്ഷേ 2021 മുതൽ, അതിനു മുൻപുള്ളതും എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്, ഈ കേരളത്തിൽ എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന സമീപനമാണ് നമ്മുടെ പ്രതിപക്ഷം സ്വീകരിച്ചു വന്നത്. അതിൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കഠിനമായ എതിർപ്പാണ് രേഖപ്പെടുത്തിപ്പോയത്. എന്താണ് എതിർപ്പിന്റെ അടിസ്ഥാനം? എന്തിനെയാണ് എതിർക്കുന്നത്? അതിനെക്കുറിച്ച് അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവരെ എതിർക്കുകയായിരുന്നു. ഇപ്പോ ഒരു പദ്ധതിയും വരാൻ പാടില്ല എന്നതായിരുന്നു നിലപാട്. എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോ കേരളത്തോട് കാണിക്കുന്ന അവഗണന തുടരാൻ കേന്ദ്ര ഗവൺമെന്റ് അവസരമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളെ വാക്കിലോ നോക്കിലോ വിമർശിക്കാൻ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായില്ല. പ്രതിപക്ഷത്തിൻ്റെ വാക്കുകളും നിലപാടുകളും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിനെ പിന്താങ്ങുന്ന നിലയിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. നമ്മൾ വല്ലാതെ ശ്വാസം മുട്ടുന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. സാമ്പത്തിക ഉപരോധത്തിൻ്റെ നില, അർഹതപ്പെട്ടത് നിഷേധിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ പോലും പക്ഷപാതപരമായ നിലപാട് കാണിക്കുന്നു. നൂറ്റാണ്ടിലെ മഹാപ്രളയം, കോവിഡ് മഹാമാരി, മറ്റു ദുരന്തങ്ങൾ എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു നാട് ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചില്ല. ആ സമയം നമ്മെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന മറ്റു ചില രാജ്യങ്ങൾ അവരുടെ സഹായം സ്വീകരിക്കില്ല എന്നും കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതായി നാം കേട്ടു. വളരെ വിചിത്രമായ അനുഭവം. ആ ഘട്ടത്തിലെല്ലാം അവരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളെ പിന്താങ്ങുമാറ് കേരള ഗവൺമെന്റിനെയും കേരളത്തെയും വിമർശിക്കുന്ന നിലപാടാണ് കോൺഗ്രസും ലീഗും സ്വീകരിച്ചത്. ഇത് നാടിന് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കാതിരിക്കുന്നതിനൊരു കാരണമായി മാറി. ഇതൊരു